എല്ലാവർക്കും ഷോബീസ് ഹോബീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ചെണ്ടുമല്ലി അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് നട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും ഇങ്ങനെ വീഡിയോ ആയിട്ട് ഇടണമെന്നൊരാഗ്രഹം, അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യമേ പറയുന്നു, നമ്മുടെ വീഡിയോ എല്ലാവരും കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മുടെ ചെണ്ടുമല്ലി നട്ടിട്ട് അത് കട്ടിങ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്തിട്ട് അതേ ഗ്രോ ബാഗിൽ കുത്തി വെച്ചതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത ആഴ്ച അതിനുള്ള ചെറിയൊരു സെറ്റപ്പ് അത് അന്ന് ആയിരുന്നില്ല കേട്ടോ. കഴിഞ്ഞ ഞായറാഴ്ച അത് ചെയ്തിരുന്നില്ല, അതുകൊണ്ടാണ് ഇടയ്ക്ക് ഷോർട്സായിട്ട് വീഡിയോ ഇട്ടത്. അതിൻ്റെ ഫുൾ വീഡിയോ ഇന്നാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അതിൽ കമ്പ് കുത്തി വെക്കാനൊന്നും നമുക്ക് സമയം കിട്ടിയില്ല. അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെണ്ടുമല്ലിയുടെ തന്നെ. അപ്പോൾ അതാണ് ഇന്ന് വീഡിയോ ആയിട്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ 41 ചെടി നമുക്ക് കട്ടിങ്സിലൂടെ കിട്ടിയായിരുന്നു. അപ്പോൾ ഈ 41 നമ്മൾ മറ്റേ ആദ്യം നട്ട അതിൽ തന്നെ കുത്തി വെച്ചതാണ്. പക്ഷെ അതിൻ്റെ വേരൊക്കെ പെട്ടെന്ന് ഇങ്ങനെ മേലെയൊക്കെ വന്നു നമ്മുടെ മദർ പ്ലാന്റിൻ്റെ. അപ്പോൾ അതിന് മണ്ണിട്ട് കൊടുക്കണം. അപ്പോൾ ഇന്നത് ചെയ്യണമെങ്കിൽ നമ്മൾ കട്ടിങ്സ് നട്ടില്ലേ, അത് വേര് പിടിച്ചോന്ന് നോക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം അത് പോയി നോക്കി, ഒരെണ്ണം പറിച്ചെടുത്ത് നോക്കി. അപ്പോഴത്തേക്കും അതിൽ മൊട്ടും വന്നു കേട്ടോ. അതാണ് ഒരു ട്വിസ്റ്റ്. ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല ഇതിൽ മൊട്ട് വരുമെന്ന്. ഇത് മദർ പ്ലാന്റിനേക്കാളും നേരത്തെ മൊട്ട് വന്നത് ഈ കട്ടിങ്സിലായിരുന്നു. പക്ഷേ ഞാൻ കട്ട് ചെയ്യുമ്പോൾ മൊട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇല്ല, ഇല മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം ഞാൻ കട്ട് ചെയ്തിട്ട് ഇന്നത്തേക്ക് 2ാമത്തെ ആഴ്ചയാണ്. അപ്പോൾ അത് നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിവിടെ കാണാം, നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ട്. പിന്നെ കുറേ ശാഖകളൊക്കെ വന്നു. ഈ കട്ടിങ്സിൽ ഉണ്ടായിരുന്നു 2 ശാഖകൾ വെച്ചുണ്ടായിരുന്നു കട്ടിങ്സിൽ. അതിപ്പോൾ ഇച്ചിരി വലുതായി, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അന്നേ പറഞ്ഞതല്ലേ അത് നമുക്കൊന്നും പോവില്ല എന്ന്. ഒരു 2 മാത്രം വാട്ടം വന്നിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു മായ എന്ന് പറയുന്ന ഒരു ആൾ നമ്മളോട് ഒരു യൂട്യൂബിലൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. അതായത് ചെണ്ടുമല്ലിക്ക് വാട്ടം സംഭവിക്കുന്നുണ്ട്, അതെന്തുകൊണ്ടാണെന്നുള്ളത്. ഞാൻ നട്ടിട്ടുള്ള മദർ പ്ലാന്റിൽ 1 വാട്ടം വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കട്ടിങ് ചെയ്ത ആ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു ഞാൻ. നല്ല വലിയ പ്ലാന്റാണ്, പക്ഷെ വാടി നിൽക്കുന്ന പോലെ കണ്ടായിരുന്നു. കടചീയലാണ് കേട്ടോ. അത് പച്ചക്കറിയിൽ ചില ചെടികൾക്കും അങ്ങനെ വരും. അപ്പോൾ കടചീയലാണ്. അപ്പോൾ ഇന്നിപ്പോൾ ആ മദർ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഞാനന്ന് കട്ടിങ്സ് എടുത്തപ്പോൾ നല്ല വാടിയിട്ടാണ് ഉണ്ടായിരുന്നത്. അത് ഞാൻ അതിൻ്റെ ചോട്ടിൽ തന്നെ കുത്തി വെച്ചതാണ് കട്ടിങ്സ് എടുത്തിട്ട്. ആ കട്ടിങ്സ് എനിക്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടി. അതിനൊരു വാട്ടവും സംഭവിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ വേറെ കട്ടിങ്സ് ഞാൻ കുത്തി വെച്ചത് വാട്ടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു തരം പുഴു കാരണവും നമുക്ക് ഈ കടചീയൽ വരും കേട്ടോ. നമുക്ക് അതിൻ്റെ തണ്ട് ഇങ്ങനെ ഓട്ട പോലെ നിൽക്കും. അതാണ് ഈ വാട്ടം വരുന്നത്. അപ്പോൾ അത് തന്നെ ശരിയാവും. ശരിയായില്ലെങ്കിലും ഞാൻ അങ്ങനെ വേറൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ കടചീയലിനൊക്കെ നമുക്ക് സ്യൂഡോമോണാസ് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കടചീയൽ, വേരുചീയൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടാറുണ്ട് കേട്ടോ. ഞാൻ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. തക്കാളി ചെടിയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വാടി നിൽക്കുന്നതൊക്കെ കാണാം. പെട്ടെന്നായിരിക്കും. നമ്മൾ രാവിലെ നോക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്കോ വൈകുന്നേരമോ ആകുമ്പം ഈ വെയിലില്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു വാട്ടം അങ്ങനെ ഫീൽ ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ സ്യൂഡോമോണാസ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് മാത്രമാണ്. പിന്നെ ഞാനിവിടെ ചെയ്യുന്ന എന്താണെന്നറിയോ, ഈ കീടങ്ങളൊക്കെ വരുന്നതിന് ഞാൻ ചെയ്യുന്നത് നമ്മുടെ കഞ്ഞിവെള്ളം അത് പുളിപ്പിച്ചിട്ട് 3 ദിവസം പുളിപ്പിച്ചിട്ട് അതിൽ ഞാൻ ഇച്ചിരി ചാരം മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും, കടയിൽ ഒഴിച്ചും കൊടുക്കും. നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഒരു 2 പ്ലാന്റിൽ ഇപ്പോൾ ഞാൻ നട്ടിട്ട് കട്ടിങ്സ് എടുത്ത് നട്ട 2 പ്ലാന്റിൽ എനിക്ക് കടചീയലുണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വീണ്ടും. അപ്പോൾ നമ്മൾ ഈ 41 ഗ്രോ ബാഗ് ഇന്ന് റെഡിയാക്കി. ഞാൻ വളമായിട്ട് കൊടുത്തത് മണ്ണിൻ്റെ കൂടെ നമ്മുടെ കോഴിവളം അതാണ് കൊടുത്തത് കേട്ടോ. ഇവിടെ കമ്പോസ്റ്റ് കിട്ടിയായിരുന്നു നമുക്ക്.
അപ്പോൾ അതുമാത്രമാണ് കൊടുത്തത്. ചെറിയ പ്ലാന്റ് അല്ലേ, അതുകൊണ്ട് ഒത്തിരി ഒന്നും കൊടുത്തില്ല, കുറച്ച് ചെറിയ അളവിലാണ് ഞാൻ കൊടുത്തത്. ഇനിയിപ്പോൾ അത് വേര് പിടിച്ച് ഇതൊക്കെ വലുതായി കഴിഞ്ഞിട്ട് പിന്നെ നോക്കാം എന്താണെന്നുള്ളത്. ഞാൻ കട്ടിങ്സ് ഇങ്ങനെ വേറെ ഇത്രയും ഗ്രോ ബാഗൊക്കെ ചെയ്ത് മാറ്റി നട്ടത് ഇതാദ്യമായിട്ടാണ്. അപ്പോൾ എനിക്ക് 41 പ്ലാന്റ് എക്സ്ട്രാ കിട്ടി കേട്ടോ. അപ്പോൾ ഇപ്പം 82 പ്ലാന്റായി സംഭവം. മറ്റേതിലും നമ്മുടെ മദർ പ്ലാന്റ്സിലും നമുക്ക് മുട്ട വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മാസം 23 ആകുമ്പോഴാണ് 2 മാസം ആവുക. 2 പ്രാവശ്യം കട്ട് ചെയ്യണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതായത് ഞാൻ PRS കിച്ചണിൽ നിന്നാണല്ലോ ഇത് വാങ്ങിയത്. അപ്പോൾ അവർ അവരുടെ ഒരു നടുന്ന രീതി കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും നമുക്ക് എത്തിക്കാൻ പറ്റൂല എങ്കിലും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നട്ടുവെച്ചു. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ നന്നായിട്ട് വരുന്നത് കണ്ടതുകൊണ്ട് എനിക്ക് അത് അപ്ഡേറ്റ് ചെയ്യണം. ഇതിപ്പം ഫെയിലായാലും നല്ല രീതിയിൽ എനിക്ക് കിട്ടിയാലും അപ്ഡേഷൻ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ആദ്യം മുതൽ ഈ ചെണ്ടുമല്ലിയുടെ ഇങ്ങനെ ഓരോ പ്രോസസ്സായിട്ട് ഞാൻ ചെയ്തതെല്ലാം വീഡിയോ ചെയ്തത്. അപ്പോൾ വാട്ടം വാടിയിട്ടുള്ളത് അത് സ്യൂഡോമോണാസ് കൊടുത്തു നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നിപ്പം ഇത്രയും നട്ടു. വേറെ കുറേ പ്ലാന്റ്സൊക്കെ നടാനുണ്ടായിരുന്നു. അപ്പോൾ കട്ടിങ്സൊക്കെ കുറേ വാങ്ങിയായിരുന്നു, കോളീസിൻ്റെ ഒക്കെ. അപ്പോൾ അതൊക്കെ നട്ടുവെച്ചു. ഇന്ന് നല്ല വെയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നെല്ലാം നട്ടുവെച്ചു. ഇന്നത്തെ വീഡിയോ ഒത്തിരി ലെങ്തി ആയിട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല അടുത്ത കട്ടിങ്സിന് നിൽക്കും എന്നുള്ളത് തോന്നുന്നില്ല. എന്തായാലും നോക്കാം. മൊട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ആർക്കും അത് കട്ട് ചെയ്ത് കളയാൻ തോന്നില്ല അല്ലേ. പക്ഷേ മൊട്ട് വന്നാലും അത് കട്ട് ചെയ്ത് പുതിയ പ്ലാന്റ് ആക്കുകയും ചെയ്യാം. നമ്മുടെ മദർ പ്ലാന്റിൽ ഒത്തിരി ശാഖകൾ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ 2 പൂവ് കിട്ടുന്നിടത്ത് നമുക്ക് ഓരോന്നിലും 2 ശാഖകൾ വെച്ച് 4 പൂവ് കിട്ടും നമുക്ക്. അപ്പോൾ കട്ടിങ്സ് നമ്മൾ നശിക്കുന്നില്ല എന്നുള്ളത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. നശിക്കുന്നില്ല, കട്ടിങ്സ് നശിക്കില്ല ഒരിക്കലും. നല്ല പോലെ വേരൊക്കെ വന്നതാണ്, നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ ഇന്നത്തെ അപ്ഡേഷൻ ഇതാണ് കേട്ടോ. ചെണ്ടുമല്ലിയുടെ നല്ല കുഴപ്പമൊന്നുമില്ലാത്ത നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്ലാന്റ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത ആഴ്ചയോ അതല്ലെങ്കിൽ നെക്സ്റ്റ് 23-ാം തീയതി ആകുമ്പം ഇതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാവുമെന്ന് നോക്കാം. അപ്പോൾ ചെണ്ടുമല്ലിയുടെ അപ്ഡേഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.